ഇന്നൊരു കുഞ്ഞ് ഈവനിങ് വ്ളോഗാട്ടോ. നമ്മുടെ ജോൻ്റെയും ജോഡുവിൻ്റെയും ഈവനിങ് ടൈം അവരെങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നതെന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഓരോ ദിവസം ഓരോ വിധത്തിലായിരിക്കും, പക്ഷേ എന്നാലും ഓൾമോസ്റ്റ് ഇങ്ങനെയൊക്കെ തന്നെയാണ് അവരുടെ ഈവനിങ് എല്ലാം അവർ ചിലവഴിക്കാറ് കേട്ടോ. പലരും കൊണ്ട് ചോദിക്കേണ്ടായിരുന്നു, ഡേ ഇൻ മൈ ലൈഫ് ഫുള്ളൊന്നും ചെയ്യാൻ വേണ്ടി എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഒരു ഈവനിങ് മാത്രം ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഈവനിങ് നമ്മൾ തുടങ്ങുന്നത് നമ്മുടെ ജോഡു നല്ല സുഖമായിട്ട് ഉറക്കം കേട്ടോ. വൈകുന്നേര സമയത്ത് അവൻ അങ്ങനെ ഒരു ഉറക്കം ഇല്ലാത്തതാണ്, പക്ഷേ ഇന്നെന്താ അവന് കുറച്ച് ക്ഷീണം ഉണ്ടായിരുന്നു. രാവിലെ കുറച്ച് നേരത്തെ അവൻ എണീറ്റു, ഒരു 6 മണി സമയത്തൊക്കെ അവൻ എണീറ്റ് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ നേരത്തെ എൻ്റെ കൂട്ടത്തിൽ വന്നിരുന്നതാണ്. അങ്ങനെ ആളവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. എന്തെടുക്കോടാ, എന്തെങ്ങനെ നിൽക്കുന്ന എന്നെ ബോറടിക്കുന്ന ജോഡിനെ എണീപ്പിച്ചാലോ? സാധാരണ ജോൻ സ്കൂൾ വിട്ട് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ജോനും ജോഡും കൂടെ ഫുൾ കളിയാട്ടോ. ഇതിപ്പോൾ ജോൻ കളിക്കാൻ വേണ്ടി നോക്കിയിരിക്കുമ്പോൾ ജോഡും അതാ കിടന്നുറങ്ങുന്നു. അതിൻ്റെ ഒരു പ്രജ്ഞാസമാണ് കാണുന്നത്. ഇപ്പുറ സൈഡിൽ സെയിം സംഭവം വന്ന് പൊളിഞ്ഞു പോയിരിക്കുമ്പോഴാണ് അതേ നേരെ ഓപ്പോസിറ്റ് കാലിൽ കാണിക്കേ. 2 കാലം അടുപ്പിച്ച് വെക്ക്, കാണിച്ചു കൊടുക്കട്ടെ. രണ്ടും ഒരേ സൈഡിൽ. ഇവിടെ ഈ സൈഡിലാണെങ്കിൽ ഇവിടെ ഈ സൈഡിൽ റോഡിൽ ഉരുണ്ട് കെട്ടി വീഴുന്ന ഒരു രംഗമാണ് കാണുന്നത്. നമുക്ക് അവസ്ഥ നോക്ക്, ഓടാൻ പോലും അറിയത്തില്ല. കാലിൽ കോലം കണ്ടുവച്ചാൽ മതി. ഇപ്പം നല്ല സുഖമല്ലേ ചാ? നല്ല സുഖമില്ലേ? വേദനയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ജ്യൂസ് കുടിക്കുന്ന ഫീൽ എന്താ? അതെ അതെ അതെ, നല്ല സുഖമാണ്. കാല് കാണാൻ നല്ല ഭംഗിയായിപ്പോ. ചായ വേണ്ടേ? ചായ കുടിക്കാൻ പോവാ. ജോഡു എണീക്കുന്നില്ല എന്ന് കണ്ടപ്പോഴും ഉറങ്ങിക്കിടക്കുന്ന ജോഡുവിനെ എണീപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഫുൾ വഴക്കാന്ന് അവൻ അറിയാവുന്നത് കൊണ്ടും അവൻ പതുക്കെ താഴേക്ക് അവൻ്റെ ബോൾ കൊടുത്ത് ഒറ്റയ്ക്ക് ഇറങ്ങിട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് അവൻ സ്കൂൾ വിട്ട് കഴിഞ്ഞ് വന്നാണ്. അപ്പോൾ അവൻ്റെ ചായ ഞാൻ കൊടുക്കുകയാണ്. ചായ ഈ ഒരു ഇവൻ ജോൻ സ്കൂൾ വിട്ട് കഴിഞ്ഞ് വരുന്നത് ഒരു 3:20 ആകുമ്പോഴത്തേക്ക് എത്തും. അപ്പോൾ രാവിലെ 7:30 അവർക്ക് ക്ലാസ് തുടങ്ങും. അപ്പോൾ 3:20 അവൻ വീട്ടിലെത്തും കേട്ടോ. അപ്പോൾ ഞാനിന്ന് കുറച്ച് പഴംപൊരി, കുറച്ച് ഈന്തപ്പഴപ്പൊരിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫേവറേറ്റ് ആട്ടോ ഈന്തപ്പഴപ്പൊരി. അപ്പോൾ ഇതെല്ലാം ഒന്ന് വാങ്ങി വെച്ച് ഞാൻ ജോന് കൊടുത്തു. അപ്പോൾ അതാ നമ്മുടെ ജോഡു കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് എണീറ്റ് വന്നു കേട്ടോ. വലിയ വഴക്കും കാര്യങ്ങളും, സാധാരണ ഉറങ്ങി എണീക്കുമ്പോൾ നല്ല വഴക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇത് വലിയ വഴക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ ആൾ പതുക്കെ എണീറ്റിങ് വന്നിട്ടുണ്ട്. പിന്നെ കിച്ചുവിൻ്റെ കൂട്ടുകാരുടെയൊക്കെ കൂട്ടത്തിൽ കളിയും പരിപാടിയൊക്കെ ആട്ടോ. കിച്ചുവും ഹൈസ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ കിച്ചുവും വരും. ഏകദേശം ഒരു 4:30-5 മണി സമയമൊക്കെ ആയിട്ടുണ്ടാവും ഈ ഒരു സമയത്ത്. അപ്പോൾ ഇവരെല്ലാവരും കൂടി നമ്മുടെ കളിയായിരിക്കും. കിച്ചുവിൻ്റെ പുതിയ കൂട്ടുകാരൊക്കെയാണ് അവിടെ കാണുന്നത്. എബി അവിടെ ഇരിപ്പുണ്ട്. അപ്പം മമ്മി ആ സമയത്ത് ചെടിയൊക്കെ നനയ്ക്കുന്നു. ആ ഒരു സമയത്തും ഇവരും മുറ്റത്തിരുന്ന കളിയും. ഇപ്പം ഈ പിള്ളേർ വന്നിട്ടില്ല അങ്ങോട്ട് തന്നെയും കിച്ചുവും ജോനും ജോഡും ഒക്കെ ചേർന്നിട്ട് ബോൾ കളിക്കലോ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും അകത്തിരുന്നുകൊണ്ട്. അപ്പോൾ നമ്മുടെ ജോഡു എന്നെ കാണാണ്ട് അന്വേഷിച്ച് അകത്ത് പോയി ഇതപ്പോൾ അതൊക്കെ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. എവിടെ കണ്ടുപിടിച്ചു? എവിടെ ജോഡി? എവിടെ പോയാ? ജോഡി കുങ്ങിപ്പോയാ? ജോഡി എവിടെ കുടുങ്ങിപ്പോയാ? ചെരുപ്പ് എന്തിയേ? ചെരുപ്പിട്ടോ? ചെരുപ്പിലോട്ട് നടക്കാൻ പറ്റില്ല. ഏത്? അയ്യ, ചെരുപ്പ് മൊത്തം ചെളിയല്ലേ. ടാറ്റാ, ഐ ലവ് യു. എന്തെങ്കിലുമൊക്കെ കളിയായിരിക്കും കേട്ടോ. ഇവർക്ക് ജോന് ഞാൻ കളിക്കാനുള്ളൊരു സമയം ഞാൻ അനുവദിച്ചിരിക്കുന്നത് ഒരു 6 മണി വരെ സമയം ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനുള്ളിൽ കളിയും പരിപാടിയും എല്ലാം തീർത്ത് പിന്നെ കുളിച്ച് ഹോംവർക്കുകളൊക്കെ ചെയ്യാനുണ്ടാവും, എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ടാവും. അപ്പോൾ അങ്ങനെ ആ ഒരു സമയം വരെ ഇവരെ വെറുതെ വിട്ടേക്കും. അപ്പോഴത്തേക്കും ഒരു 4-4:30 ആകുമ്പോഴത്തേക്കും കിച്ചു, അച്ചുവും എബിയൊക്കെ ഉണ്ടാവും. അത് അച്ചുവും വന്നിരിപ്പുണ്ട്. ഇപ്പം അച്ചുവും ജോനും കൂടിയാണ് കളിക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ എന്നാന്ന് വെച്ചാൽ ഇവരുടെ സ്കിൻ കെയർ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. വിൻ്റർ ആയാലും സമ്മർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇവരുടെ സ്കിന്നിന് നമ്മൾ വേണ്ടുന്ന ഒരു കെയർ നമ്മൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും അവരുടെ സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ജോനൊന്ന് നല്ലൊരു ഡ്രൈ സ്കിന്നുകാരനാണ്, ജോർഡനാണെങ്കിൽ നോർമൽ സ്കിന്നുകാരനുമാണ്. അപ്പം നല്ല ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് തന്നെ ജോൻ്റെ സ്കിന്ന് പെട്ടെന്ന് അങ്ങോട്ട് ഡ്രൈ ആയിട്ട് വേറെ ഒരു ടൈപ്പായി മാറും. ഡിസ്കളറേഷനൊക്കെ വരും, പിന്നെ സൺടാനൊക്കെ അടിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുഞ്ഞുങ്ങളുടെ സ്കിന്ന് വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് തന്നെ ആയിരിക്കും അതിൻ്റെ ഒരു പണി കിട്ടുക. അപ്പോൾ ഞാൻ ആദ്യം ഓയിൽ മസാജ് ആട്ടോ ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ ലിറ്റിൽ റിച്വൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ആമണ്ട് ഓയിലാണ്. നിങ്ങൾക്കറിയാം, ഞാൻ എപ്പോഴും ആമണ്ട് ഓയിൽ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അത് എനിക്കായാലും പിള്ളേർക്കായാലും അതേ ഉപയോഗിക്കാറുള്ളൂ കേട്ടോ. ഇത് സാധാരണ ഞാൻ ബാത്റൂമിൽ കുളിക്കുന്നതിന് മുമ്പ് ഒരു 1/2 മണിക്കൂർ മുമ്പൊക്കെ ഞാൻ തേച്ച് കൊടുക്കലാണ് ചെയ്യാറ്.
ഇതിപ്പോൾ ഞാനിങ്ങനെ പുറത്തിരുന്നത് കൊണ്ട് ഞാൻ ഓർത്തൊന്ന് പിന്നെ കുറച്ച് നേരം നല്ല വലിയ വെയിലില്ല, എന്നാൽ പിന്നെ കുറച്ച് നേരം ഇരുന്നുകൊണ്ട് അവർ ഓയിൽ മസാജൊക്കെ ചെയ്ത് അതിലെ കൂടെ ഒന്ന് ഫ്രീ ആയിട്ട് നടക്കട്ടെ. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ ജോൻ്റെ സ്കിന്നൊക്കെ ഡ്രൈ ആവുന്നുണ്ട്. എന്നാൽ പിന്നെ കുറച്ച് അധികം സമയം ഇരുന്നോട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇവർക്ക് തോത്ത് കൊടുക്കുന്നത്. ജോൻ ഇരുന്ന് വരും, പക്ഷേ ജോഡുവിന് ഓയിൽ മസാജൊക്കെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്ന് തരാൻ ഭയങ്കര മടിയാണ്. പക്ഷേ ഞാൻ നിർബന്ധിച്ച് ഞാൻ ചെയ്യും, ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ചെയ്യും. കാരണം ജോഡുവിൻ്റെ കാല് അത്യാവശ്യം നല്ല രീതിയിൽ ഡ്രൈ ആവാറുണ്ട്. അതുകൊണ്ട് ഞാൻ കാല് നന്നായിട്ട് കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യാറുണ്ട് ഓയിൽ മസാജ് ചെയ്യുമ്പം. അപ്പോൾ ഈ ലിറ്റിൽ റിച്വൽസിൻ്റെ ഈ ഒരു ബ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പ്രീമിയം ബ്രാൻഡാണ്. അപ്പോൾ ഈ ഒരു ബ്രാൻഡ് ഞാൻ ഇതിനു മുമ്പ് വാങ്ങാനൊക്കെ നോക്കിയപ്പോഴും ഞാൻ പിന്നെ റേറ്റൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും വേണ്ട എന്നുള്ളത് ഞാൻ വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ എൻ്റെ കയ്യിലുള്ള ആമണ്ട് ഓയിൽ തീർന്നു പോയി. നിങ്ങൾക്കറിയാം, സ്ഥിരമായിട്ട് ഞാൻ SOFൻ്റെ ആമണ്ട് ഓയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് തീർന്നു. അപ്പോൾ ഞാൻ ഈ നാട്ടിൽ നിന്ന് പറഞ്ഞാൽ വേണമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ അങ്ങനെ സെർച്ച് ചെയ്ത ഈ ലിറ്റിൽ റിച്വൽസിൻ്റെ ഞാൻ കണ്ടത്. അങ്ങനെ ഇത് ഞാൻ വാങ്ങി. ഞാൻ ഇത് മാത്രമല്ല, ഞാൻ ഇതിൻ്റെ ഒരു ബോഡി വാഷും അതുപോലെ തന്നെ ഒരു ക്രീമും കൂടെ ഞാൻ വാങ്ങിയിട്ടുണ്ട്, മോയ്സ്ചറൈസറും കൂടെ ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാത്തിനും ഞാൻ കാണിച്ചു തരുന്നുണ്ട്. നല്ല പോലെ കുഞ്ഞുങ്ങളുടെ സ്കിന്ന് സോഫ്റ്റ് ആവും. ശരിക്കും പ്യുവറായിട്ടുള്ള ആമണ്ട് ഓയിലാണ് ഇതിനകത്ത് ഇവർ പ്യുവറായിട്ടുള്ള ആമണ്ട് ഓയിലാണ് കേട്ടോ. ഞാൻ ശരിക്കും ഉപയോഗിച്ചിട്ട് എനിക്ക് അബുദാബിയിലുള്ള ആ ഒരു അതേ റിസൾട്ട് എനിക്ക് ഇവിടെ കിട്ടുമെന്ന് ഞാനൊട്ടും പ്രതീക്ഷിച്ചല്ലോ കേട്ടോ. ഇതപ്പോൾ നമ്മുടെ ഓയിൽ മസാജ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ജോഡു അവൻ്റെതായ എൻ്റെ പുറകെ നടക്കുവാണ്. ഞാൻ അങ്ങോട്ട് പോകുന്ന പുറകെ നടക്കും കേട്ടോ. ഇവൻ കൂടുതൽ അങ്ങനെയാണ്. ഞാനുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ പുറകിലേ ഇവൻ നടക്കത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ മമ്മീൻ്റെയോ ഡാഡീൻ്റെയോ അല്ലെങ്കിൽ പിള്ളേരുടെ പുറകിലൊക്കെ നടക്കും. പക്ഷേ എന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവൻ എൻ്റെ പുറകെ ഒന്നും മാറൂല. സമയം ഇപ്പോൾ ഏകദേശം ഒരു 6:30-6:45 ആവാനായിട്ടോ. അപ്പോൾ ഞാനിന്ന് കുറച്ച് ലേറ്റായി. അപ്പോൾ ഏതായാലും ജോഡുവിനെ ആദ്യം കുളിപ്പിക്കുക കേട്ടോ. ഞാൻ ഇവർക്ക് ജോഡുവിനും ജോനും ഞാനിപ്പം കുളിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ബോഡി വാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലിറ്റിൽ റിച്വൽസിൻ്റെ തന്നെ ബോഡി വാഷാണ് കേട്ടോ. മൾട്ടി വിറ്റമിൻ ഹെയർ ആൻഡ് ബോഡി വാഷാണിത്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മുടെ മാൻഡ്രൈനും ബേസിലും ഹണി സക്കിളുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇവരുടെ ബോഡീനെ ഹൈഡ്രേറ്റ് ആക്കുന്നുണ്ട്. നല്ല ഒരു ഡ്രൈനെസ് മാറിക്കിട്ടി നല്ല സോഫ്റ്റൊക്കെ ആക്കി കംഫർട്ട് ആക്കി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് നിങ്ങൾക്കറിയാം, ലിറ്റിൽ റിച്വൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർ നമ്മുടെ ഓർഗാനിക്കാണ്. നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിനകത്തുള്ളൂ. വേറെ ഒരു കെമിക്കൽസോ പാരബൻസോ ഒന്നും തന്നെ ഇല്ലാത്ത പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുടെ സ്കിന്നിന് നമുക്ക് ഉപയോഗിക്കാൻ ധൈര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ. കുളിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനൊരു മോയ്സ്ചറൈസർ ഞാൻ രണ്ടുപേർക്ക് ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട്. അതിനുവേണ്ടി ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഈ ലിറ്റിൽ റിച്വൽസിൻ്റെ തന്നെ ഞാനൊരു ബയോ ബോഡി ബട്ടർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ പംകിനും നമ്മുടെ ഷിയയും സീ ബക്തോണൊക്കെ കൂടെ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്, ഒരു മിക്സിംഗ് ആണ്. ഇതൊരു പ്യുവർ പ്ലാന്റ് ബേസ്ഡ് പ്രൊഡക്റ്റുകളായതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അതാണ് ഞാൻ വാങ്ങാൻ തന്നെ കാരണം. പിന്നെ ഈ ഒരു മോയ്സ്ചറൈസറിനെ കുറിച്ച് പറയുവാണെങ്കിൽ എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല. എന്തൊരു സ്മെല്ലാണ്. നമ്മുടെ സ്കിന്നിലോട്ടൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വേറെ ഒരു തരം ഫീലാണ്. കൈ മാറ്റിക്കേ ജോഡ്, കൈ മാറ്റി ഉണ്ടോ? വാ കാണിച്ച് ജോഡ്, ചൊടി കാണിച്ച് ചോട് കാട്ട്. നമുക്ക് പഞ്ചസാര ഒക്കെ കേട്ടാ. മൂക്കും മുറിഞ്ഞു കണ്ടോ? എന്തിനാ എൻ്റെ മോളിൽ നിന്ന് ചാടിയത്? എന്തിനാ എൻ്റെ മോളിൽ നിന്ന് ചാടിയത്? ചേട്ടായാണോ? ചോട്ടയാണോ ജോഡിയാണോ? ജോഡുവിൻ്റെ വീഴ്ചയും കാര്യങ്ങളും പരാതികളെല്ലാം കഴിഞ്ഞിട്ടാണ് ഇവർ ക്രീം ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഫേസിലും അതുപോലെ ബോഡിയിലും കാലിലും കുറച്ചുകൂടെ നന്നായിട്ട് ഞാൻ അപ്ലൈ ചെയ്തിരിക്കും. കാരണം അവൻ്റെ കാലാണ് കുറച്ച് നല്ലപോലെ ഡ്രൈ ആവുന്നത്. ജോഡുവിൻ്റെ ബോഡിക്കും ഫേസിനൊന്നും അങ്ങനെ പ്രശ്നമില്ല അവനെ സംബന്ധിച്ചിട്ട്. പിന്നെ അവന് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. ഈ ഒരു ലിറ്റിൽ റിച്വൽസ് എന്ന് പറയുമ്പോൾ ഇത് പ്ലാന്റ് ബേസ്ഡ് ആണ്, നമ്മുടെ സർട്ടിഫൈഡ് വേഗനാണ്, അലർജൻ ഫ്രീ ആണ്, ടോക്സിൻ ഫ്രീ, സൾഫേറ്റ് ഫ്രീ, പാരബൻ ഫ്രീ, മിനറൽ ഓയിൽ ഫ്രീ, GMO ഫ്രീ. ഇനി എന്ത് ഫ്രീ ആവാനല്ലേ? അത്രയും സേഫാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ. പക്ഷേ ഞാൻ സത്യം പറഞ്ഞാൽ കുറച്ച് എക്സ്പെൻസീവ് ആണല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇത്രയും നാൾ ഞാനിത് വാങ്ങാതിരുന്നത്. പക്ഷേ എനിക്ക് തോന്നി നമ്മൾ അത്രയും ക്വാളിറ്റി ഉള്ള സംഭവങ്ങൾ നമ്മൾ കുറച്ച് റേറ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും വലിയ പ്രശ്നമില്ല, അത്രയും നല്ല റിസൾട്ട് നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ജോഡുവിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ജോന് പിന്നെ സ്വന്തം കുളിച്ചോളുമല്ലോ. നമ്മൾ പിന്നെ അതിനകത്ത് വേറെ പ്രത്യേകിച്ച് ഹെൽപ്പ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ജോനാണെങ്കിൽ തന്നെ ഈ ബോഡി വാഷും നമ്മുടെ ഈ ഒരു ലിറ്റിൽ റിച്വലിൻ്റെ തന്നെ സംഭവമാണ് ചെയ്യുന്നത് കേട്ടോ. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് തന്നെ പർച്ചേസ് ചെയ്യാനേ സാധ്യതയുള്ളൂ. കാരണം അത്രയും കുഞ്ഞുങ്ങളുടെ സ്കിന്നിനാണെങ്കിൽ തന്നെ ഇവർ കുളിച്ചിട്ട് ഇറങ്ങുമ്പോൾ ഒക്കെ തന്നെ ഒരു പ്രത്യേക ഈ കുഞ്ഞു മക്കളെ നമ്മൾ കുളിപ്പിച്ചിറക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതുപോലെയാണ് ഇത് കേട്ടോ. കാരണം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി നിൽക്കത്തില്ല.
ഇതെന്താ ജോഡു? പുഷ്പയാ? അമ്മക്കറിയില്ലല്ലോ. ഇത് അമ്മയ്ക്ക് അങ്ങനെ അറിയില്ല. എങ്ങനെ അതെങ്ങനെ ആരാ? ജോനും കുളിച്ച് വന്നു കേട്ടോ. ജോനും കുളിച്ച് കഴിഞ്ഞ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ക്രീം എടുത്ത് അപ്ലൈ ചെയ്തോണം എന്നുള്ളത്. കാരണം അവൻ്റെ ബോഡിയാണ് ഏറ്റവും കൂടുതൽ ഡ്രൈ ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ അവൻ്റെ കയ്യിലും മുഖത്തും ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ ഈ ഒരു ക്രീം ഞാൻ ചെയ്യിപ്പിക്കും. പിന്നെ വളരെ ചെറിയ ക്വാണ്ടിറ്റിയെ നമുക്ക് ആവശ്യമുള്ളൂ. അങ്ങനെ ഒരുപാട് നമുക്കിതിൻ്റെ ക്വാണ്ടിറ്റി എടുത്ത് വേഗം തീരത്തുമില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത്രയും ഒരു നമ്മുടെ ഈ ഒരു മോയ്സ്ചറൈസറിന് 995 രൂപയാണുള്ളത് 100 ഗ്രാമിന്. അത്ര വലിയ ഹൈ റേറ്റ് ഒന്നും അല്ല, ഒരു നോർമൽ റേറ്റ് ആണ്. പിന്നെ പ്രീമിയം പ്രൊഡക്റ്റുകൾ നമുക്ക് ഈ റേറ്റിൽ നമുക്ക് കിട്ടുക, ഇതിനപ്പുറം കുറഞ്ഞ റേറ്റ് നമുക്ക് കിട്ടത്തില്ല. അത്രയും ഗുണം നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ജോൻ്റെയും പരിപാടി കഴിഞ്ഞു. സ്കിൻ കെയർ രണ്ടുപേരുടെയും തീർന്നു. ഇനി രണ്ടുപേരും കൂടെ താഴേക്ക് പോവുകയാണ്. ഇനി അവരൊരു കളി സമയമാണ് കുറച്ച് നേരത്തേക്ക്. ഇന്ന് ജോനെ പഠിപ്പിക്കേണ്ടതാണ്, പക്ഷേ എനിക്ക് പഠിപ്പിക്കാനൊന്നും കുറച്ച് സമയം കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ രണ്ടുപേരും കളിയെല്ലാം കഴിഞ്ഞ് ഞാൻ നേരത്തെ ഒരു 7:30 ഞാൻ ഇവരുടെ ഡിന്നർ ഇവർക്ക് ഞാൻ കൊടുക്കും കേട്ടോ. അപ്പോൾ രണ്ടുപേർക്കും ദോശ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ദോശ കൊടുക്കുന്നു. ജോൻ്റെ പഞ്ചസാര ഇരിക്കുന്ന ഭാഗം ജോഡു മോട്ടിച്ച് തിന്നുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. ഒന്നും അറിയാത്ത പോലെ ഇരിക്കുവാണ്. എന്നിട്ട് അപ്പോൾ ഞാൻ പിന്നെ ജോഡുവിനെ ഭക്ഷണം കഴിപ്പിക്കാൻ കുറച്ച് പണിയുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഭക്ഷണം കഴിക്കാൻ നേരത്തെ മാത്രം ഞാൻ ഇവർക്ക് നമ്മുടെ കോക്കോ മെലൻ്റെയോ അല്ലെങ്കിൽ പാപ്പട്രോളിൻ്റെയോ എന്തെങ്കിലുമൊക്കെ ഞാൻ വെച്ച് കൊടുക്കാറുണ്ട്. ജോഡിന് വെച്ച് കൊടുക്കുന്നതാണ്. ജോനും കൂടെ വന്നിരിക്കുന്നതേ ഉള്ളൂ. ഞാൻ ഇനി പ്രയറിൻ്റെ സമയം കേട്ടോ. ഏകദേശം ഒരു 8:30 ആയി. പ്രയറിൻ്റെ സമയത്ത് ജോഡു പ്രയർ തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് സ്നാക്സൊക്കെ എന്തെങ്കിലും കഴിക്കും. ഒന്നെങ്കിൽ കടലയോ അല്ലെങ്കിൽ പിസ്തയോ ആൽമണ്ട്സോ ഇപ്പോൾ ഡേറ്റ്സോ അല്ലെങ്കിൽ ഇപ്പോൾ കോൺഫ്ലേക്സോ എന്താണ് വീട്ടിലുള്ളത് അത്. ഇപ്പോൾ ഫ്രൂട്ട്സ് ആണെങ്കിൽ ഫ്രൂട്ട്സ്. ജോഡു പിന്നെ ഓൾമോസ്റ്റ് എല്ലാ സംഭവങ്ങളും കഴിച്ചോളും. അവൻ നമുക്ക് കഴിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കൊടുത്തതിന് ശേഷം ഞങ്ങൾ പ്രയറിലോട്ട് പോകുന്നതാണ്. ഈ പിസ്തയുടെ ഒരു വലിയ ലവറാണ് കേട്ടോ ജോഡു. അപ്പോൾ ഞങ്ങളെല്ലാം കൂടെ കുരിശ് വരയ്ക്കാനിരിക്കട്ടെ. ഞങ്ങളുടെ സന്ധ്യപ്രാർത്ഥനയുടെ സമയമാണ്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ജോഡുവിൻ്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കളിച്ചുകൊണ്ടിരിക്കലാണ്. ആരെയും അവൻ മര്യാദയ്ക്ക് കുരിശ് വരയ്ക്കാൻ സമ്മതിക്കില്ല. കോൺസെൻട്രേഷൻ നമുക്ക് തരത്തില്ല. അവനിങ്ങനെ കളിച്ച് നമ്മുടെ മേത്തോട്ട് കയറി വന്ന് കുറേ കോമഡി അവിടെ കിടന്ന് കാണിച്ച് ഇരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കത്തുമില്ല. അങ്ങനെ ഒരു ടൈപ്പാട്ടോ. ഇനിയിപ്പോൾ ജോഡുവിൻ്റെ ഒരു മരുന്നിൻ്റെ സമയമാണ്. രാത്രി ആയി കഴിഞ്ഞാൽ അവന് ഹോമിയോ എന്നുള്ള പ്രതിരോധ മരുന്ന് കൊടുക്കുന്നുണ്ട്. കാരണം ഈ പെട്ടെന്ന് ജലദോഷങ്ങളും ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആ പ്രതിരോധ മരുന്നാണ് ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അവന് ഹോമിയോ ആയതുകൊണ്ട് തന്നെ പിള്ളേർക്ക് കഴിക്കാൻ ഇഷ്ടമായിരിക്കും. കാരണം അത്രയല്ലേ ഉള്ളൂ. ഈ ശരിക്കും നാളത്തേക്ക് ജോന് ക്ലാസ് ഇല്ല. എന്നാൽ പിന്നെ ഞാൻ ഓർത്തു എന്നാൽ പിന്നെ കുറച്ച് നേരം ഇന്നൊരു ഫിലിം കാണാമെന്ന് കരുതി. ഇന്ന് പഠിപ്പിച്ചിട്ടുമില്ല, അതുകൊണ്ട് ഫിലിമും കാണാമെന്ന് കരുതി. അപ്പോൾ കിച്ചുവും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇത് ഞങ്ങളുടെ ഒരു മൂവി ടൈമാക്കി ഞങ്ങളിന്ന് മാറ്റിയിരിക്കുകയാണ്. അപ്പം സാധാരണ ഞങ്ങളിങ്ങനെ വീക്കെൻഡൊക്കെ വരുമ്പോഴത്തേക്കുമാണ് മൂവീസൊക്കെ കാണാറ്. അല്ലെന്നുണ്ടെങ്കിൽ ജോന് ക്ലാസ് ഇല്ലാത്ത ദിവസത്തിൻ്റെ തലേ രാത്രിയായിരിക്കും ഞങ്ങൾ ഇരുന്ന് കാണുന്നത് കേട്ടോ. അപ്പോൾ കിച്ചു ഫുഡ് കഴിച്ചിട്ടാണ് കിച്ചു ഇരുന്ന് കാണുന്നത്. ഞാനും ഇരുന്ന് കാണുന്നുണ്ട്, ജോഡും ഇരുന്ന് കാണുന്നുണ്ട്. ഈ ഫിലിം അവസാനിക്കുന്നതോടുകൂടി ഞങ്ങളുടെ ഇന്നത്തെ ഒരു ഈവനിങ് വ്ളോഗ് കൂടെ തീരും കേട്ടോ. ഇനിയിപ്പോൾ മൂവി കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം പോയി കിടക്കും. ഏകദേശം ഒരു 11:30-12 മണിയോടുകൂടി മൂവിയെല്ലാം തീരും കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു ഈവനിങ് വ്ളോഗ്, ജോഡുവിൻ്റെയും ജോൻ്റെയും ഈ ഒരു ഈവനിങ് വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി എനിക്ക് പറ്റും പോലെയൊക്കെ ഞാൻ ഡേ ഇൻ മൈ ലൈഫും വ്ളോഗും ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരാം. അതുവരത്തേക്കും ടാറ്റാ, ബൈ ബൈ.